2/3 ഭൂരിപക്ഷത്തിലധികം നേടിക്കൊണ്ട് മൂന്നാമതും അധികാരത്തിൽ വരാൻ പോകുന്നുവെന്നായിരുന്നു BJP കരുതിയിരുന്നത്. സംഘപരിവാറിൻ്റെ പ്രതീക്ഷ അതായിരുന്നു. പക്ഷേ കേവല ഭൂരിപക്ഷമില്ലാതായി. BJP എന്ന പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് മറ്റ് ചില പാർട്ടികളുടെ സഹായം കൂടി സ്വീകരിച്ചതുകൊണ്ടാണ്. പക്ഷേ അവിടെയും നാം കാണണം, ഇത്തരമൊരു ഘട്ടത്തിൽ അവർ നേരത്തെ പ്രഖ്യാപിച്ച അജണ്ടകൾ നടപ്പിലാക്കൽ എളുപ്പമല്ല, അത് പ്രയാസകരമാണ്. പക്ഷേ അവരതിൽ നിന്ന് പിന്മാറാൻ തയ്യാറില്ല. അതേ പ്രഖ്യാപനങ്ങൾ വീണ്ടും നടത്തുന്നു. ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ്, എല്ലാം വീണ്ടും അവർ പ്രഖ്യാപിക്കുകയാണ്. ഏതെല്ലാം തരത്തിൽ അവരുടെ അജണ്ട നടപ്പാക്കാൻ നോക്കുന്നു എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് വഖഫ് ബിൽ. എല്ലാ തരത്തിലും തങ്ങളുടെ അജണ്ട നടപ്പാക്കുമെന്നത് തന്നെയാണ് കാണിക്കുന്നത്. അജണ്ടയിൽ നിന്ന് പിന്നോട്ടില്ല എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് മണിപ്പൂർ സംഭവങ്ങൾ. അവിടെ വംശഹത്യക്ക് തുല്യമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ആ വംശഹത്യയുടെ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പാർട്ടി എന്ന നിലക്ക് BJP തയ്യാറല്ല, ഗവൺമെൻറ് എന്ന നിലക്ക് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറല്ല. എല്ലാം തങ്ങളുടേതായ അജണ്ടയനുസരിച്ച് നടക്കട്ടെ എന്നതാണ്. ഏതായാലും അവരാഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങൾ സായുധപ്രായമാക്കാനുള്ള സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിലുള്ളത്. ഇത് കൂടുതൽ ശക്തിപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. ശക്തിപ്പെട്ടു വരിക എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നിലപാടുകൾ ഓരോ പ്രദേശത്തും സ്വീകരിക്കാനാവണം. ആ തരം നിലപാടുകൾ തന്നെയാണോ എല്ലായിടങ്ങളിലും സ്വീകരിക്കുന്നത്? പഴയ കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഒരുപാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം എടുത്താലും അതിന് ശേഷമുള്ള ചില തെരഞ്ഞെടുപ്പുകളുടെ അനുഭവം എടുത്താലും ഈ തരത്തിലുള്ളൊരു സമീപനം വിജയിപ്പിക്കുന്നതിന് സഹായകമായ നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായി BJPക്ക് മെച്ചമുണ്ടായത് കാണാൻ സാധിക്കും. ആ മെച്ചമുണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് കോൺഗ്രസിൻ്റെ നിലപാടായിരുന്നു എന്നതാണ് കാണാൻ പറ്റുക. വിവിധ സംസ്ഥാനങ്ങൾ, ഹരിയാന പോലുള്ള, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളായി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ആ തെരഞ്ഞെടുപ്പിൽ AAP ആണ്, ആം ആദ്മി പാർട്ടിയാണ് BJPയെ ശക്തമായി നേരിടുന്ന പാർട്ടി. അവിടെ ആ ആം ആദ്മി പാർട്ടിയെ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് ഇന്ന് ആരാ? കോൺഗ്രസ്. ആരെയാണത് സഹായിക്കുക? BJPയെ. BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് മത്സരം അവിടെ പ്രധാനമായിട്ട്. കോൺഗ്രസ് അവിടെ നേരത്തെ ഞങ്ങൾ ഭരിച്ചതാണെന്നൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഒരു ശക്തമായ സാന്നിധ്യമല്ല. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല. ഉള്ളത് ആം ആദ്മി പാർട്ടിക്കെതിരെ തിരിച്ചുവിടാനാണ് നോക്കുന്നത്. അതിൻ്റെ ഗുണം സ്വാഭാവികമായി ലഭിക്കുക BJPക്കാണ്.
ഇതാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരമൊരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം. രാജ്യത്തിൻ്റെ അതിദയനീയമായ അവസ്ഥ, ആ അവസ്ഥ ജനങ്ങൾ ഉൾക്കൊണ്ട് അക്കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കണം എന്ന നിർബന്ധം BJPക്കുണ്ട്. അതിനവരുപയോഗിക്കുന്ന സൂത്രവിദ്യ വർഗീയ സംഘർഷം സൃഷ്ടിക്കലാണ്, വർഗീയ വികാരം ശക്തമായി വളർത്തലാണ്. ആളുകളിൽ വർഗീയ വികാരം ഉയർത്തി ഒരു പ്രത്യേക മനോഭാവത്തിൽ അവരെ എത്തിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് കുറേ കാലമായി നാം കാണുന്നതാണ്. വർഗീയതയുടെ ഭാഗമായി അന്യമത വിരോധം വളർത്തുന്നു. ഒരുപാട് സംഘർഷങ്ങൾ, കലാപങ്ങൾ, കൊലകൾ, മറ്റാക്രമണങ്ങൾ എല്ലാം അരങ്ങേറുന്നു. പലതിൻ്റെയും പേരിൽ ആക്രമണങ്ങൾ നടക്കുന്നു. ഭക്ഷണത്തിൻ്റെ പേരിലടക്കം ആക്രമണം നടക്കുന്നു. എന്നാൽ അത്തരം ആക്രമണങ്ങളെ തള്ളിപ്പറയാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറല്ല. അതിന് ആവശ്യമായ സംരക്ഷണവും പിന്തുണയും കേന്ദ്ര ഗവൺമെൻറ് നൽകുകയാണ്. വർഗീയതയെ ശക്തമായി എതിർക്കാൻ എല്ലാ കാലത്തും CPIM-ഉം ഇടതുപക്ഷവും തയ്യാറായിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും വർഗീയതയോട് സമരസപ്പെട്ടു പോകാൻ CPIM തയ്യാറായിട്ടില്ല. രാജ്യത്തിൻ്റെ ഇതേവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാകുന്നതാണ്. ഒരിടത്തും ഒരു കളങ്കവും CPIM-ൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്ന് കാണാൻ പറ്റും. ആ രീതിയിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ ഇടതുപക്ഷത്തിനല്ലാതെ മറ്റാർക്ക് ഇവിടെ കഴിയും? രാജ്യത്തെ വലിയ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ഞങ്ങളെല്ലായിടവും ഉണ്ട് എന്നവർ പറയാറുണ്ടല്ലോ. കോൺഗ്രസ് ആയിരുന്നല്ലോ രാജ്യത്താകെ, രാജ്യമാകെ കോൺഗ്രസ് ആയിരുന്നില്ലേ? എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആയിരുന്നില്ലേ? കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ പലയിടങ്ങൾ ഇന്ന് ആരുടെ ശക്തി കേന്ദ്രമാണ്? എങ്ങനെയാണ് BJPക്ക് അവിടങ്ങളിൽ ശക്തി നേടാൻ കഴിഞ്ഞത്? BJP അതിനു മുൻപുള്ള അവരുടെ രൂപങ്ങൾ എല്ലാ കാലത്തും വർഗീയതയാണല്ലോ പ്രചരിപ്പിച്ചിരുന്നത്. കടുത്ത വർഗീയതയാണല്ലോ അവർ പ്രചരിപ്പിക്കാൻ നോക്കിയത്. ആ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നോ? കോൺഗ്രസ് ഓരോ ഘട്ടത്തിലും വർഗീയതയോട് സമരസപ്പെട്ടത്, വർഗീയതയുടെ ഭാഗമായി ഉയർന്നു വന്ന പ്രശ്നങ്ങൾ, മുദ്രാവാക്യങ്ങൾ, അവ തങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ തയ്യാറായ കോൺഗ്രസിനല്ലേ നാം കണ്ടത്? അതിൻ്റെ അവകാശികളായി രംഗത്ത് വരാൻ തയ്യാറാകുന്ന കോൺഗ്രസിന് നാം കണ്ടില്ലേ? കോൺഗ്രസിൻ്റെ അതിപ്രധാന നേതാക്കൾ അവരല്ലേ ശക്തമായി ഈ സംഘപരിവാർ ഉയർത്തുന്ന വർഗീയതയുടെ വക്താക്കളായി ചില ഘട്ടത്തിൽ രംഗത്ത് വന്നത്?
ഇതെല്ലാം നൽകിയ സന്ദേശം എന്താണ്? ആ സന്ദേശം കോൺഗ്രസിൻ്റെ അണികൾ ഉൾക്കൊള്ളുകയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് അവരുടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോയത്. ജനങ്ങൾ കോൺഗ്രസിനെ പിന്തുടർന്നവർ മെല്ലെ മെല്ലെ BJP ഉയർത്തിയ നിലപാടുകളും അവരുടെ സമീപനവും അംഗീകരിക്കുന്ന നിലയിലേക്കെത്തി. അതിൻ്റെ കൂടെ കോൺഗ്രസ്സിലെ ഒരുപാട് നേതാക്കൾ, AICCയുടെ ഭാരവാഹികളായിരുന്നവർ, കേന്ദ്രമന്ത്രിമാരായിരുന്നവർ, സംസ്ഥാനത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാരായിരുന്നവർ, സംസ്ഥാന മുഖ്യമന്ത്രിമാരായിരുന്നവർ, അങ്ങനെയൊരു വലിയ നിര, ഒരു പട ഇന്ന് BJPയിലല്ലേ? അവരല്ലേ BJPക്ക് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്? ഈ നയം വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കാൻ തയ്യാറാകാത്ത ആ സമീപനം ഇപ്പോഴും കോൺഗ്രസിൽ തിരുത്താനാകുന്നുണ്ടോ? വർഗീയതയുടെ ആടയാഭരണങ്ങൾ എടുത്തണിഞ്ഞുകൊണ്ട് വർഗീയതയെ നേരിടാൻ നോക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? ഓരോ ഘട്ടത്തിലും വർഗീയതയുടെ ഭാഗമായി ഉയർന്നു വരുന്ന മുദ്രാവാക്യങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് രംഗത്ത് വരാനും കോൺഗ്രസ് തയ്യാറാകുന്ന കാഴ്ച നാം കാണുന്നില്ലേ? എന്തെല്ലാം കാഴ്ചകളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദൗർബല്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നത് നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഈ സമീപനം സ്വന്തം ശക്തി ക്ഷയിപ്പിക്കുന്നതിന് ഇടയാക്കിയിട്ടും തിരുത്താൻ ഇപ്പോഴും തയ്യാറല്ല. മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യത്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ വലിയ തോതിലുള്ള ദുരിതം വിതക്കുന്ന ഭരണ നടപടികൾ, അതാണല്ലോ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ നയം ഇപ്പോൾ നടപ്പാക്കുന്നത് നരേന്ദ്രമോദി തന്നെ. നരേന്ദ്രമോദിയാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്. BJPയാണ് അതിൻ്റെ കക്ഷി. എന്നാൽ ഇപ്പം നടപ്പാക്കുന്ന ഈ നയം നരേന്ദ്രമോദിയുടേതും BJPയുടേതും മാത്രമാണോ? അതും നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആരാണ് ഈ നയം ആദ്യം നടപ്പാക്കിയത്? ഈ നയം നവ ഉദാരവൽക്കരണ നയമാണ്. ആ നവ ഉദാരവൽക്കരണ നയം ആദ്യം നടപ്പാക്കിയത് കോൺഗ്രസ്സാണ്. നവ ഉദാരവൽക്കരണ നയം നടപ്പാക്കിയതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കൽ തുടങ്ങിയത് അന്നാണ്. ഇപ്പോൾ BJP തീവ്രമായി നടപ്പാക്കുന്നു. അന്നും BJPക്ക് അതിനോട് യോജിപ്പായിരുന്നു. ഇന്ന് തീവ്രമായി BJP നടപ്പാക്കുന്നു. അപ്പോൾ ഈ നയം കോൺഗ്രസിൻ്റേതും BJPയുടേതുമാണ്. ഇതാണ് നാം കാണേണ്ട ഒരു കാര്യം. അനുഭവത്തിൽ എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറായോ? ഈ നയം തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ജനങ്ങൾക്കൊരു ഉപകാരവും ചെയ്യുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. ആ അനുഭവത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് തെറ്റായിപ്പോയി എന്ന് ഇപ്പോഴെങ്കിലും പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ടോ? ഇപ്പോഴും അതേ നയമാണ്. 2016 മുൻപ് കേരളത്തിൽ
കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അവസാന ഗവൺമെൻറ് ഇവിടെ ഉണ്ടായ കാലം 2011-16 കാലം. ആ കാലം കേന്ദ്രത്തിൽ 2 ഗവൺമെൻറ്റുകളുണ്ടായി. ആദ്യത്തെ ഗവൺമെൻറ്, ആദ്യകാലം മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്. രണ്ടാമത്തെ ഘട്ടം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. ഇവിടെ 5 വർഷം UDF ഗവൺമെൻറ്. ഈ 3 ഗവൺമെൻറ്റുകളും നടപ്പാക്കിയത് ഒരേ നയമായിരുന്നു. ആ നയമാണ് നവ ഉദാരവൽക്കരണ നയം. ആ നയം നടപ്പാക്കിയതിൻ്റെ ഭാഗമായാണ് അന്നത്തെ കേരളം 2016 മുൻപുള്ള നമ്മുടെ നാടിൻ്റെ ദയനീയ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. തകരാത്ത ഏതെങ്കിലും മേഖല ഉണ്ടായിരുന്നോ? ഏതെങ്കിലും മേഖല നാളെ ഒന്ന് അഭിവൃദ്ധിപ്പെടും എന്നാരെങ്കിലും ഇവിടെ പ്രതീക്ഷിച്ചിരുന്നോ? ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ നാട് എന്നായിരുന്നില്ലേ എല്ലാവരും പരിതപിച്ചിരുന്നത്? ഇതല്ലേ കാരണം? ഇപ്പോ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പല സംസ്ഥാന ഗവൺമെന്റുകളുണ്ടല്ലോ, ചുരുക്കമാണെങ്കിലും ഉണ്ടല്ലോ. ആ സംസ്ഥാനങ്ങളിൽ ഇതേ നയമല്ലേ നടപ്പാക്കുന്നത്? ഇതേ നവ ഉദാരവൽക്കരണ നയമല്ലേ നടപ്പാക്കുന്നത്? ഇതാണ് നാം കാണേണ്ടത്. ജനങ്ങൾക്കെതിരായ ഈ നയം BJPക്ക് മാത്രമല്ല, കോൺഗ്രസിനും 2 പേർക്കും ഒരേ നയം. ഒരഭിപ്രായ വ്യത്യാസവും സാമ്പത്തിക നയകാര്യങ്ങളിൽ അവർ തമ്മിലില്ല. ഇവിടെയാണ് കേരളത്തിൻ്റെ പ്രത്യേകത നാം കാണേണ്ടത്. കേരളം ഇന്ന് നവ ഉദാരവൽക്കരണ നയം അംഗീകരിച്ചു പോകുന്ന ഒരു സംസ്ഥാനമല്ല. കേന്ദ്ര ഗവൺമെൻറ് നയം അതേ രീതിയിൽ നടപ്പാക്കാനല്ല കേരളത്തിലെ LDF ഗവൺമെൻറ് നിൽക്കുന്നത്. ഒരു ബദൽ നയം നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാനുണ്ട്. ഇവിടെ നാം പൊതുവിൽ ചിന്തിക്കേണ്ടത് 2016 അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ അവസാനം കുറിച്ചുകൊണ്ട് ജനങ്ങൾ LDFനെ അധികാരത്തിലേറ്റുന്നത്. ഇപ്പോൾ തുടർച്ചയായി 8.5 വർഷത്തിലധികമായി. ഈ കാലം എന്താണ് കേരളത്തിൻ്റെ പൊതുചിത്രം? 2016 അവസ്ഥയിൽ നിന്ന് വലിയ തോതിൽ കേരളം മാറിയെന്നല്ലേ കാണാൻ നമുക്ക് കഴിയുക. ഏത് രംഗമെടുത്താലും ആ മാറ്റം ദൃശ്യമാണല്ലോ. ഇപ്പം നമ്മുടെ എല്ലാ കുടുംബങ്ങളും അങ്ങേയറ്റം താല്പര്യപ്പെടുന്നൊരു കാര്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം. എന്തായിരുന്നു 2016 മുൻപുള്ള കാലം? നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? പൊതുവിദ്യാലയങ്ങൾ പലതും അടഞ്ഞു പോവുകയായിരുന്നില്ലേ? പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവർ വല്ലാത്ത മനോവേദനയല്ലേ അനുഭവിച്ചിരുന്നത്? ഇവിടെ LDF ആ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കും. 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. എങ്ങനെയാ?
പ്രവർത്തനം നീങ്ങിയത്. 5000 കോടിയിലധികം രൂപയാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. മാറ്റം വന്നില്ലേ? പഴയ നിലയിൽ മനോവേദനയോടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാണേണ്ടി വരുന്നുണ്ടോ? നേരത്തെ ലക്ഷക്കണക്കിൽ കുട്ടികൾ കൊഴിഞ്ഞുപോയ കണക്കായിരുന്നു. 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയി എന്ന്. അവിടെയാണ് പുതുതായി 10 ലക്ഷം കുട്ടികൾ വന്നു ചേർന്നുവെന്ന കണക്ക് 2016 ശേഷമുള്ള കേരളത്തിൽ സംഭവിച്ചത്. ഇതൊക്കെ നമ്മുടെ കൺമുന്നിലുള്ള അനുഭവമല്ലേ? സ്മാർട്ട് ക്ലാസ് റൂമുകളും സ്മാർട്ട് സ്കൂളുകളും ഹൈടെക് സ്കൂളുകളും വന്നിരിക്കുകയല്ലേ? അക്കാദമിക് നിലവാരം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പശ്ചാത്തല സൗകര്യ വർധനവ് വലിയ തോതിലുണ്ടായിരിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാം പിറകിലായിരുന്നു നേരത്തെ. പിറകിലെന്ന് പറഞ്ഞാൽ ഒരാദ്യത്തെ 100 എണ്ണം എടുത്താൽ അതിനകത്ത് നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥാപനത്തെയും കാണില്ലായിരുന്നു. കൃത്യമായ നടപടികൾ ആരംഭിച്ചു. യൂണിവേഴ്സിറ്റികളുമായി ചർച്ച ചെയ്തു. യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പതിപ്പിച്ചു. സർക്കാർ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഒരുക്കി. എന്തായി? നമ്മുടെ കേരളത്തിൽ നല്ല മാറ്റം. കേരള യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി A++ നേടി. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ യൂണിവേഴ്സിറ്റി അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്നു. ആ റാങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ 1 ഡസനിൽ 12-ൽ 3 എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന്. കേരളയും കൊച്ചിയും ഗാന്ധി യൂണിവേഴ്സിറ്റിയും, ഈ 3 യൂണിവേഴ്സിറ്റികൾ. 43-ാമത്തെ റാങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കോളേജുകൾ നിരവധി എണ്ണം വലിയ തോതിൽ അംഗീകാരം നേടിയിരിക്കുന്നു. ഒരു കാലത്ത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതായിരുന്നു ഇത്. ഉന്നത വിദ്യാഭ്യാസ മേഖല നേട്ടങ്ങൾ പൂർത്തിയാക്കിയെന്നല്ല ഞാൻ പറയുന്നത്. നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാതയിലാണ് നാം. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചാണ് നാം പോകുന്നത്. ഇതെങ്ങനെ സാധിച്ചു? തുടർച്ചയായ ശ്രമം, തുടർച്ചയായ ഇടപെടൽ. അതിൻ്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ സാധിച്ചിരുന്നത്. നമ്മുടെ കേരളത്തിലെ വ്യാവസായിക രംഗം, കേരളത്തെ പറ്റിയുള്ള ചിത്രം എന്തായിരുന്നു? ഇവിടെ വ്യവസായമൊന്നും പറ്റില്ല, ഇത് വ്യവസായത്തിന് പറ്റിയ മണ്ണല്ല. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചിലര് വല്ലാത്ത പ്രചരണം ഈ നാടിനെതിരെ. യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള വസ്തുതകൾ മറച്ചു വെക്കുകയായിരുന്നു. അനാവശ്യമായി തൊഴിലാളി പ്രസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്താനുള്ള താൽപ്പര്യം ഒരു ഘട്ടത്തിൽ പ്രചരണത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഞാൻ ഒരു അനുഭവം ഓർക്കുകയാണ്. 2016 അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി ചേർന്ന പ്രധാന വ്യവസായികളുടെ ഒരു യോഗം. ആ യോഗത്തിൽ കേരളത്തിലെ പ്രധാന വ്യവസായികൾ
അവരോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അനുഭവം കേരളത്തെക്കുറിച്ച്? ആർക്കും ഒരു ദുരഭിപ്രായവും പറയാനുണ്ടായില്ല. അവർ പറഞ്ഞത് ആരോഗ്യകരമായ തൊഴിൽ ബന്ധമാണുള്ളത് എന്നാണ്. ദശാബ്ദങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ, ആ സ്ഥാപനം ചെറിയ സ്ഥാപനമല്ല, വലിയ സ്ഥാപനമാണ്. സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ ഉടമ പരസ്യമായി പറഞ്ഞു, ഇത്ര കൊല്ലമായി ഞാൻ ഒരു ദിവസം പോലും തൊഴിലാളികൾ പണിമുടക്കിയതിൻ്റെ ഭാഗമായി എൻ്റെ സ്ഥാപനം നിലച്ചു പോയിട്ടില്ല. അപ്പോഴും മറ്റേ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ച് നമ്മൾ അടങ്ങിയിരുന്നില്ല. 2016 ശേഷം തുടർച്ചയായ നടപടികൾ, വിവിധ തരത്തിലുള്ള നടപടികൾ. അതിൻ്റെ ഭാഗമായി നിയമങ്ങൾ മാറേണ്ടതുണ്ടായിരുന്നു, ചട്ടങ്ങൾ മാറേണ്ടതുണ്ടായിരുന്നു. എല്ലാം മാറ്റിയെടുത്തു. നല്ല പുരോഗതി ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ എവിടെയെത്തി? നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തിലെ നമ്പർ 1 കേരളം എന്ന പദവി നാം നേടിയെടുത്തു. ഇതാണ് കൃത്യമായ ചിട്ടയായ ഇടപെടലുകളുടെ, നടപടികളുടെ ഭാഗമായി നേടിയെടുക്കാൻ കഴിയുന്നത്. ഒന്നാലോചിച്ചാൽ മതി. 2016 UDF ആണ് ഇവിടെ തുറന്നിരുന്നെങ്കിൽ ഇതെല്ലാം സാധ്യപ്രായമാകുമായിരുന്നോ? അതുമാത്രം ആലോചിച്ചാൽ മതി. സാധിക്കില്ലല്ലോ. അവർക്ക് ഇതിനൊന്നും അല്ലല്ലോ നേരം. അവർക്കപ്പോൾ മറ്റു പല തർക്കങ്ങൾ, വിതർക്കങ്ങൾ, അടിപിടികൾ, ബഹളങ്ങൾ എല്ലാമല്ലേ. ഒന്നും ഇല്ലാത്തപ്പോൾ തന്നെയാണ് തർക്കം. നോക്ക് നിങ്ങൾ, എന്തെല്ലാം പേര് പറഞ്ഞുകൊണ്ടാണ് തർക്കങ്ങൾ. ഭരണം നാടിനു വേണ്ടിയാവണം, ജനങ്ങൾക്ക് വേണ്ടിയാവണം, നാടിൻ്റെയും ജനങ്ങളുടെയും അഭിവൃദ്ധിക്ക് വേണ്ടിയാവണം. ആ കാഴ്ചപ്പാടോടെ സംസ്ഥാനത്ത് ഭരണം നടത്താനാവണം. എങ്കിലേ പുരോഗതി ഉണ്ടാവും. അതാണ് ഈ പുരോഗതിയുടെ അടിസ്ഥാനം. വലിയ മാറ്റം. രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സംസ്ഥാനമല്ല നമ്മുടെ സംസ്ഥാനം. പക്ഷേ അവിടത്തേക്ക് നാം പോവുകയാണ്. ഇവിടെ നിക്ഷേപിക്കാവുന്നൊരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സംസ്ഥാനം കേരളമാണ് എന്ന പദവിയാണ് നാം നേടിയെടുത്തത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ വൻകിടക്കാർ, വൻ ബഹുരാഷ്ട്ര കമ്പനികൾ അടക്കം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മാറുകയാണ് കേരളം. വലിയ മാറ്റം. ഇത് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുക. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം നേടി, നല്ല യോഗ്യത നേടി, ആ യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിലിവിടെ ഇല്ല. അവർ പുറത്തു പോകുന്നു. അത്തരം ആളുകൾക്കടക്കം തൊഴിലവസരം ഇവിടെ ഉണ്ടാകാൻ പോകുന്നു. ഇത് മാത്രമല്ല, നല്ല വിദ്യാഭ്യാസം നേടി, എന്നാൽ ഇവിടെയുള്ള സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കാൻ മാത്രമുള്ള യോഗ്യതയിലേക്ക് വരുന്നില്ല. കാരണം ആ വ്യവസായവും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധമില്ല. മാറിയത്, മാറ്റുന്നു അത്. ആ വ്യവസായത്തിന് വേണ്ട ആളുകളെ സൃഷ്ടിക്കത്തക്ക വിദ്യാഭ്യാസം, അത് നമ്മുടെ നാട്ടിൽ രൂപം കൊള്ളുന്നു. ആ മാറ്റം വിദ്യാഭ്യാസ മേഖലയും വ്യാവസായിക മേഖലയും തമ്മിലുണ്ടാകുന്നു. പരസ്പര ബന്ധം, തർക്കമില്ലാത്ത കാര്യങ്ങൾ നാടിൻ്റെ മുന്നേറ്റത്തിന് വലിയ തോതിൽ വഴിവെക്കുന്നു. ഇതാണ് കേരളത്തിൻ്റെ ചിത്രം. ഇവിടെ ഇത്തരമൊരു നയം
ബദൽ നയം, നവ ഉദാരവൽക്കരണ നയം അംഗീകരിക്കായ്മ, അതിൻ്റെ ഭാഗമായി നമ്മുടെ നാടിൻ്റെ മറ്റൊരു പ്രത്യേകത ശ്രദ്ധിക്കണം. അതിദരിദ്രർ നമ്മുടെ കേരളത്തിലെ 64,006 കുടുംബങ്ങളായിരുന്നു. അത് 2 വർഷം മുൻപാണ് കേരളം പരസ്യമായി പ്രഖ്യാപിച്ചു. ഇത് ഗൗരവമായി കണ്ടുകൊണ്ട് ഇവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. അങ്ങനെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നു. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ മുഖേനയാണ് നടപടികൾ സ്വീകരിക്കുന്നത്. നല്ല പുരോഗതി. 2 വർഷം പിന്നിട്ടു. ഈ വർഷം 2025 നവംബർ 1 ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളമെന്ന ഈ സംസ്ഥാനം ഒരു അതിദരിദ്ര കുടുംബവും ഇല്ലാത്ത സംസ്ഥാനമായി മാറാൻ പോകുന്നു. ഇത്തരമൊരു കാര്യം പ്രഖ്യാപിക്കാൻ മറ്റാർക്കെങ്കിലും കഴിയോ? മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് കഴിയോ? ഏതെങ്കിലും സംസ്ഥാനം അങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടോ? അതാണ് വേറിട്ട സമീപനം. അതാണ് ബദൽ നയത്തിൻ്റെ പ്രത്യേകത. ഇവിടെ ജനങ്ങൾക്കാണ് മുൻഗണന. ജനങ്ങളെ കണ്ടുകൊണ്ട നയമാണ്. ആ ജനങ്ങളിൽ പാവപ്പെട്ടവർക്കാണ് മുൻഗണന. ആ പാവപ്പെട്ടവർ പാവപ്പെട്ടവരായി കഴിയേണ്ടവരല്ല. അതിദരിദ്രർ അതിദരിദ്രരായി കഴിയേണ്ടതല്ല. ആ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് അവരെ മുക്തരാക്കുന്നു. പാർപ്പിടം. നമ്മുടെ നാട് ഒരു വീട് സ്വപ്നം കണ്ടുകൊണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയ അനേകായിരങ്ങളുള്ളൊരു നാട്. LDF സർക്കാർ പ്രഖ്യാപിച്ചു ലൈഫ് മിഷൻ്റെ ഭാഗമായി 5 ലക്ഷം വീട്. പാവപ്പെട്ടവർക്ക് വീടില്ലാത്ത അവസ്ഥയുണ്ടാകരുത്. ഇപ്പോഴോ 4,15 ലക്ഷം പിന്നിട്ടു. 4,15 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ച് ആ വീടുകളിൽ ആ പാവപ്പെട്ടവർ കഴിയാണിപ്പോൾ. ബാക്കി ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇത്ര ബൃഹത്തായ പരിപാടി എവിടെയുണ്ട്? ഇതിനകത്ത് കേന്ദ്രവിഹിതം കിട്ടുന്ന ചില പദ്ധതികളുണ്ട്. അതിൽ ഒരു കാര്യത്തിൽ 72,000 രൂപയാണ് കിട്ടുക. 4 ലക്ഷം രൂപയാണ് നമ്മുടെ ഒരു വീട്ടിൽ ചെലവിടുന്നത്. 72,000 കഴിച്ച് ബാക്കി മുഴുവൻ സംസ്ഥാനം വഹിക്കുകയാണ്. നമ്മളെ ലൈഫ് മിഷൻ്റെ ഭാഗമായുള്ള വീട് നിർമ്മാണം എന്നേ പറയുന്നുള്ളൂ. വീടിൻ്റെ മുന്നിൽ ഒരു ബോർഡോ പോസ്റ്ററോ ഒന്നുമില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുകയാണ് അവിടെ കേന്ദ്രത്തിൻ്റെ ലോഗോ വെക്കണം ഈ വീടിൻ്റെ മുന്നിൽ. ഞങ്ങൾ പറഞ്ഞു അത് സാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾ ഇത്ര വീട് പൂർത്തിയാക്കി. ആ വീടിൻ്റെ മുന്നിൽ ഒരു ലോഗോ ഇല്ല, ആരുടെയും പടവും ഇല്ല. ആ വീട് അവരുടെ സ്വന്തമാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്. ഒരു ലോഗോ വെക്കുന്ന നിലയുണ്ടായാൽ ഈ വീട് ഇങ്ങനെ കൊടുത്തൊരു വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ്. ഞങ്ങൾ അവരുടെ ആത്മാഭിമാനം പ്രധാനമായി കാണുകയാണ്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഒരു ലോഗോവും വെക്കാൻ തയ്യാറല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിരിക്കുകയാണ്. ഇവിടെ ആ വീടുകളിൽ കഴിയുന്നവരുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണത്. നമ്മുടെ സംസ്ഥാനം ഇത്തരത്തിൽ അഭിവൃദ്ധിപ്പെട്ടു പോകുന്നതിന് സഹായകമായ നിലപാട് പൊതുവിൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നടക്കം വരേണ്ടതാണ്.
പക്ഷേ ആ സഹായം ആ രീതിയിൽ ലഭ്യമാകുന്നില്ല. ഇപ്പോൾ ഏറ്റവും വലിയ ദുരന്തം, വയനാട് ദുരന്തം നാം നേരിടേണ്ടി വന്നു. ആ ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മെ സഹായിക്കേണ്ടതുണ്ട്. ആ സഹായത്തിന് അഭ്യർത്ഥിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴും സഹായം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ അവിടുത്തെ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് നാം കടക്കുകയാണ്. ഹൈക്കോടതി അടക്കം ഇടപെട്ട് സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കുറച്ച് പണം ഉപയോഗിക്കാൻ കഴിയും. ഈ കാര്യത്തിൽ നാടിൻ്റെ വിവിധ ഭാഗം നമ്മെ സഹായിക്കാൻ എത്തിപ്പെടുന്നുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ആ രീതിയിൽ സഹായിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഇതേവരെയുള്ള അനുഭവം. വീണ്ടും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തുടർ ബന്ധപ്പെടലുകൾ നടത്താൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ചിലർ ചോദിക്കുന്നുണ്ട്, പണം തരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബന്ധപ്പെടുമെന്ന്. ബന്ധപ്പെടാതെ പിന്നെ എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാരല്ലേ, സംസ്ഥാനത്തിന് വേണ്ട കാര്യങ്ങൾക്ക് ബന്ധപ്പെടണ്ടേ? സംസ്ഥാനത്തിൻ്റെ വികസനം തടയുന്നതിനുതകുന്ന സമീപനങ്ങൾ പലതും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള വികസന പദ്ധതികളെടുത്താൽ എല്ലാം ബജറ്റിലെ പണം കൊണ്ട് മാത്രം ചെയ്തതല്ല. ബജറ്റ് കൊണ്ട് മാത്രം എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്താൻ നമുക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളവിടെ കിഫ്ബിയെ പുനർജീവിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചു. 2016 അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് അതായിരുന്നു. അന്ന് പറഞ്ഞു 50,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇതിലൂടെ നടപ്പാക്കുക. 5 വർഷം പൂർത്തിയായപ്പോൾ 21 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതി നടപ്പായത്. ഇപ്പോൾ 90,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ കിഫ്ബിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഗൗരവമായി നടക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് കിഫ്ബി എടുക്കുന്ന വായ്പ കേരളത്തിൻ്റെ വായ്പാ പരിധിയിൽപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ന്യായമായൊരു ചോദ്യം, നിങ്ങൾക്ക് കേന്ദ്രത്തിന് നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള കുറേ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരൊന്നും എടുക്കുന്ന കടം കേന്ദ്രത്തിൻ്റെ വായ്പാ പരിധിയിൽ പെടുന്നില്ലല്ലോ. അതേപോലത്തെ സ്ഥാപനമല്ലേ കിഫ്ബിയും, എങ്ങനെയാണ് അതിനെ പെടുത്തുന്നത്? മറുപടിയൊന്നുമില്ല. പക്ഷേ പറഞ്ഞൊരു മറുപടി, കിഫ്ബിക്ക് വരുമാനമില്ല, കിഫ്ബിയെ തകർക്കാൻ വലിയ ശ്രമം നടക്കുന്നു. നമുക്ക് കിഫ്ബി മുഖേനയുള്ള വികസന പദ്ധതികൾ വേണ്ട എന്ന് വെക്കാൻ കഴിയില്ല. വരുമാനമില്ല എന്ന ആ വാദത്തിനും ചിലപ്പോൾ മറുപടി കൊടുത്തിട്ടാണെങ്കിലും കിഫ്ബി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ റോഡുകൾ, പാലങ്ങൾ, വിവിധ കെട്ടിടങ്ങൾ, ഇവിടുത്തെ വിവിധ പദ്ധതികൾ, സ്കൂളുകൾ, ആശുപത്രികൾ, എന്തിനധികം പറയുന്നു, നാഷണൽ ഹൈവേക്ക് കൊടുത്ത 5,600 കോടി രൂപയടക്കം കിഫ്ബിയിൽ നാം എടുത്തതാണ്. അത് നിലനിർത്തണമെന്ന് തന്നെയാണ് നാം ആഗ്രഹിക്കുന്നത്. നമുക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്.
ആ മുന്നോട്ട് പോക്കിന് എല്ലാ കാലത്തും നാടും ജനങ്ങളും സഹായം നൽകിയിട്ടുണ്ട്, പിന്തുണ നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിലെല്ലാം ഇടതുപക്ഷം LDF നല്ല കരുത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമാണ് CPIM-ൻ്റെ കരുത്ത്. ആ കരുത്തിനെ വഴിവെക്കുന്ന സമ്മേളനമാണ് ഇവിടെ സമാപിക്കുന്നത്.